ഛത്തീസ്ഗഡ് അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. 2 കന്യാസ്ത്രീകളും ദുർഗ് സെൻട്രൽ ജയിലിൽ തുടരും. സെഷൻസ് കോടതിയിൽ നാളെ ജാമ്യാപേക്ഷ നൽകും. അതേസമയം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഛത്തീസ്ഗഡിലെത്തിയ ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള LDF സംഘത്തെ പോലീസ് തടഞ്ഞു. Here to meet the nuns, to express solidarity with them, with the Christian community and with women all over India, because the nuns have been so badly humiliated. They have been so unfairly treated. So we are here to express our solidarity. തീർച്ചയായും സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. സിബി, ഇടത് സംഘം അവിടെ എത്തി, കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി പോലും അവിടെ എത്തിയിട്ടില്ല എന്ന കാര്യവും ബൃന്ദക്കാരായിട്ട് ഓർപ്പിച്ചു. മാത്രമല്ല, പോലീസ് അവരെ കന്യാസ്ത്രീകളുടെ അടുത്തേക്ക് എത്തിക്കാൻ, അവരെ സന്ദർശിക്കുന്നതിൽ നിന്ന് തടസ്സം നിർത്തുകയും ചെയ്തു. എന്തൊക്കെയാണ് വിവരങ്ങൾ, സിബി ജോസഫ്? അജിംഷാദ്, ഇന്നിപ്പോൾ ഇടത് MP-മാരുടെയും അതോടൊപ്പം തന്നെ LDF പ്രതിനിധി സംഘങ്ങൾ ബൃന്ദ കാരാട്ടും അനുരാജി, അതോടൊപ്പം തന്നെ ഇടത് MP-മാരായ K രാധാകൃഷ്ണൻ, A റഹീം, PP സുനീർ, ജോസ് കെ മാണി അടക്കമുള്ള പ്രതിനിധി സംഘമാണ് ഇന്ന് ഈ ജയിലിലെത്തിയത്. ബട്ട് അവിടെ ജയിലിൽ കന്യാസ്ത്രീകളെ കാണുന്നതിന് വേണ്ടി പ്രത്യേകമായി പെർമിഷൻ അടക്കം നേരത്തെ തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ അവിടെ ചില സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ ജയിലിൽ പോയി കന്യാസ്ത്രീയെ കാണാനുള്ള അനുമതി നിഷേധിക്കുകയാണ്. തികച്ചും നാടകീയമായ രംഗമായിരുന്നു ഈ ദുർഗ് സെൻട്രൽ ജയിലിന് മുൻപിൽ നടന്നത്. ആദ്യം ഈ ജയിൽ സൂപ്രണ്ട് ആവശ്യപ്പെട്ടത് ഇത്തരത്തിലൊരു അനുമതി നൽകാനാവില്ല, കാരണം നിങ്ങൾ നേരത്തെ ഈ കാര്യങ്ങൾ അറിയിച്ചില്ല എന്നുള്ളതായിരുന്നു ഇവർ ആദ്യം പറഞ്ഞത്. പക്ഷെ പിന്നീട് വന്നത് രാജ്യസഭ ലോക്സഭ MP-മാരാണെന്നും കൃത്യമായി ഇമെയിൽ വഴി ഇതിന്റെ അനുമതി ചോദിച്ചടക്കമുള്ള കാര്യങ്ങൾ A റഹീം അടക്കമുള്ളവർ മൊബൈലിലെ ഇമെയിലും അതുകൂടാതെ മറ്റുള്ള കയ്യിലുള്ള രേഖകളടക്കം കാണിച്ചു കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കിയത് സമയം കഴിഞ്ഞു എന്ന മറ്റൊരു സാങ്കേതിക കാരണം എടുത്തു വരുന്നത്. അത് കൃത്യമായി ഈ കന്യാസ്ത്രീകളെ നേരിട്ട് കാണാനും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ഉള്ള അവരുടെ തീരുമാനത്തെ, ഈ പ്രതിനിധി സംഘത്തിന്റെ തീരുമാനത്തെ കൃത്യമായി അവർ ബോധപൂർവം ഈ അനുമതി നിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും കുറെ സമയം ഈ ജയിൽ സൂപ്രണ്ടുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പിന്നീട് നാളെ ജയിൽ സമയം ഇവർ പറയുന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകാതെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോരുകയായിരുന്നു ഉണ്ടായത്. പ്രത്യേക പക്ഷേ കൃത്യമായി ഇതിനകത്ത് കാര്യങ്ങൾ വ്യക്തമാണ്. ഈ കന്യാസ്ത്രീകൾ നേരിട്ട് കാണുകയും അവരുമായി സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് നിയമപരമായ സഹായം നൽകുന്ന രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടായപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അതിനെ കൃത്യമായി ആ ഒരു അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. എന്തായാലും അതിനുശേഷം ഈ ഇടതുപക്ഷ MP-മാരും LDF പ്രതിനിധി സംഘവും പിന്നീട് തൊട്ടടുത്തുള്ള വിശ്വദ്വീപ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ ഒരു കോൺവെന്റ് കൂടിയാണ്, അവിടെ വൈദികരും കന്യാസ്ത്രീയുമുള്ള, അവിടെ ഈ അറസ്റ്റിലായ അവിടുത്തെ കന്യാസ്ത്രീയായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരി ഉൾപ്പെടെയുണ്ട്. അവരും ഒരു കന്യാസ്ത്രീ കൂടിയാണ്. അവരുൾപ്പെടെ സന്ദർശിക്കുകയും അവരുടെ വ്യാകുലതകളും വിഷമങ്ങളും അതോടൊപ്പം തന്നെ അവർ ഇവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് MP-മാരുമായി സംസാരിക്കുകയും ചെയ്തു. MP-മാർ എല്ലാവിധ സഹായവും നിയമസഹായവും എല്ലാം തന്നെയും അവർക്ക് വാഗ്ദാനം ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ MP-മാർ പോയിക്കൊണ്ടിരിക്കുന്നത് റായ്പൂരിലെ CBCയുടെ അല്ലെങ്കിൽ അവിടുത്തെ ബിഷപ്പിനെ കാണാൻ വേണ്ടിയാണ്. ബിഷപ്പുമായി നേരിൽ കാണും. മാത്രമല്ല നാളെ കന്യാസ്ത്രീമാരെ കണ്ട് ആ കന്യാസ്ത്രീമാരെ ജയിലിൽ തന്നെ കണ്ടുകൊണ്ട് നേരിട്ട് സന്ദർശിച്ച ശേഷം മാത്രമേ മടങ്ങുമെന്ന് ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സംഘം കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അത് പ്രകാരം നാളെയും ഇവിടെ ഉണ്ടാകും. കൂടാതെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ ഈ കന്യാസ്ത്രീമാരുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ സംസാരിക്കുവാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അതിനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തികച്ചും നാടകീയമായ രീതിയിൽ ജയിൽ സൂപ്രണ്ട് ചില സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ അനുമതി നിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.